ഗുജറാത്തിൽ അന്ന് പെയ്ത മഴ 25,000 പേരുടെ ജീവനും കൊണ്ടാണ് പോയത്. 45 വർഷങ്ങൾ പിന്നിടുന്ന മച്ചു ഡാം ദുരന്തം ഓർത്തെടുക്കുമ്പോൾ നിസ്സഹായരായ മനുഷ്യരുടെ നിലവിളികളാണ് ഇരച്ചെത്തുക. ഒരു മനുഷ്യനിർമ്മിത ദുരന്തം. കഴിഞ്ഞ ദിവസമാണ് വയനാട് ദുരന്ത ബാധിത പ്രദേശങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ചു മടങ്ങിയത്. ഉരുൾപൊട്ടലിൽ തകർന്നടിഞ്ഞ ചൂരൽമല നടന്നു കണ്ടും ക്യാമ്പിലും ആശുപത്രിയിലും കഴിയുന്ന ദുരന്ത ബാധിതരെ ചേർത്ത് പിടിച്ചും ആശ്വസിപ്പിച്ചുമാണ് പ്രധാനമന്ത്രി കേരളം വിട്ടത്. കലക്ടറേറ്റിൽ നടന്ന അവലോകന യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട പ്രധാനമന്ത്രി 45 വർഷം മുൻപ് ഗുജറാത്തിലുണ്ടായ അണക്കെട്ട് ദുരന്തത്തെ കുറിച്ച് പരാമർശിച്ചു. 79 में, आज से 40-45 साल पहले की बात है, गुजरात में मोरबी में एक अर्थन डैम था और भारी बारिश हुई और डैम पूरा नष्ट हो गया। और आप कल्पना करें, वो डैम बहुत बड़ा था, मच्छू, वो पूरा पानी, और मोरबी एक शहर है, उसमें घुस गया और 10-10, 12-12 फीट पानी था पूरे शहर में। 2,500 से ज्यादा लोग उसमें मृत्यु हुई थी। और वो भी मिट्टी का डैम था, तो पूरी मिट्टी पूरे हर घर में, यानी उसको करीब 6 महीने वहां रहा था। एक वॉलंटियर के रूप में उस समय मैं काम करता था। അന്ന് 29ാമത്തെ വയസ്സിൽ സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങിയ പ്രധാനമന്ത്രിയുടെ ഓർമ്മകളിൽ ആ ദുരന്തത്തിന്റെ നീറ്റൽ ഇപ്പോഴുമുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അണക്കെട്ട് ദുരന്തം. അണക്കെട്ടുകളെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാകുമ്പോൾ ഗുജറാത്തിലെ മച്ചു അണക്കെട്ട് ദുരന്തത്തിന്റെ ഓർമ്മകൾ എങ്ങനെയാണ് മറക്കുക? മുല്ലപ്പെരിയാർ കേരളത്തിന് ഭീഷണിയാണെന്ന് തിരിച്ചറിഞ്ഞതുപോലും ഇവിടെ നിന്നാണ്. 45 വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയെ നടുക്കിയ ആ വാർത്തയാണ് കേരളത്തിന് മേൽ വർഷങ്ങളായി ആശങ്കയുടെ മഴമേഘങ്ങളായി നിൽക്കുന്നത്. ഈ വർഷം മച്ചു ഡാം ദുരന്തം നടന്നിട്ട് 45 വർഷങ്ങളാണ് പിന്നിടുന്നത്. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡാം ദുരന്തവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാം ദുരന്തങ്ങളിൽ ഒന്നുമാണ് മച്ചു ഡാമിന്റെ തകർച്ച. വർഷം 1979 ഓഗസ്റ്റ് 11 ആ മഹാദുരന്തം നടന്നത്. ഗുജറാത്തിലെ മോർബി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മച്ചു 2 അണക്കെട്ടായിരുന്നു ദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രം. മച്ചു നദിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഡാമിനും ഈ പേര് കിട്ടിയത്. 1800 മുതൽ 25,000 വരെ ആളുകൾ ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടെന്നാണ് ഔദ്യോഗിക അനൌദ്യോഗിക കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്നത്തെ കാലത്തെ മൂല്യം വെച്ച് കണക്കാക്കിയാൽ 2,200 കോടി രൂപയുടെ നാശനഷ്ടവും ഗുജറാത്തിൽ സംഭവിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. 1959 മച്ചു 1 എന്നുപേരുള്ള ആദ്യ ഡാം ഈ മേഖലയിൽ നിർമ്മിച്ചത്. 1972 ഇതിന് താഴെയായി മച്ചു 2 ഡാമും പൂർത്തിയാക്കി. 1829 ചതുരശ്ര മീറ്റർ കാച്ച്മെന്റ് ഏരിയ ഉള്ളതായിരുന്നു പുതിയ ഡാം. പ്രളയ നിർമ്മാർജ്ജനമായിരുന്നില്ല ഡാമിന്റെ പ്രവർത്തന ലക്ഷ്യം. സൗരാഷ്ട്ര മേഖലയിലെ വരൾച്ചയ്ക്ക് ഒരു പരിഹാരമാകാനും കർഷകർക്ക് ജലസേചനം ഉറപ്പുവരുത്താനുമായിരുന്നു മച്ചു 2 ഡാം നിർമ്മാണത്തിന്റെ ഉദ്ദേശം തന്നെ. 206 മീറ്റർ നീളമുള്ള സ്പിൽവേയിൽ 18 സ്ലൂയിസ് ഗേറ്റുകൾ ഉണ്ടായിരുന്നു. സെക്കൻഡിൽ 5,663 ക്യൂബിക് മീറ്റർ ആയിരുന്നു സ്പിൽവേയുടെ ശേഷി. നദീജല നിരപ്പിൽ നിന്ന് 74 അടി പൊക്കത്തിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 1,00,000 ക്യൂബിക് ഡെക്കാമീറ്റർ ആയിരുന്നു ഈ അണക്കെട്ടിന്റെ സംഭരണ ശേഷി. കാര്യങ്ങളൊക്കെ തകിടം മറിച്ചത് ഗുജറാത്തിൽ അന്ന് പെയ്ത മഴയായിരുന്നു. 1979 ഓഗസ്റ്റിൽ പ്രദേശത്ത് ശക്തമായി മഴ പെയ്തുകൊണ്ടേയിരുന്നു. ഇതേ തുടർന്ന് മോർബി ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി. ഉയർന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം കയറാൻ തുടങ്ങി. ജലത്തിന്റെ ഒഴുക്ക് സെക്കൻഡിൽ 16,307 ക്യൂബിക് മീറ്ററിലേക്ക് ഉയർന്നു. ഡാമിന്റെ ആകെ ശേഷിയുടെ 3 മടങ്ങായിരുന്നു വെള്ളത്തിന്റെ അളവ്. ശക്തമായ മഴയും വെള്ളത്തിന്റെ ഒഴുക്കും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതേ തുടർന്നാണ് പെട്ടെന്ന് മച്ചു ഡാമിന്റെ മതിലുകൾ പൊട്ടിത്തുടങ്ങിയത്. വലിയ ശബ്ദത്തോടെ ഡാം മുഴുവൻ തകരാൻ വലിയ സമയമെടുത്തില്ല. കല്ലും പാറകളും ഒക്കെ ഡാമിന്റെ അവശിഷ്ടങ്ങളും താഴേക്ക് പതിച്ചു. 12 മുതൽ 20 അടി വരെ പൊക്കത്തിൽ പ്രളയജലം ഡാമിൽ നിന്ന് പുറപ്പെട്ടു. വൈകുന്നേരം 3:30 പ്രളയജലം തൊട്ട് താഴെയുള്ള മോർബി വ്യാവസായിക പട്ടണത്തെ മുക്കിക്കളഞ്ഞു. 30 മീറ്റർ വരെ ജലനിരപ്പ് ഉയർന്നു. അടുത്ത 6 മണിക്കൂറിനുള്ളിൽ മോർബി പട്ടണത്തിൽ 20 അടി വരെ പൊക്കത്തിൽ ജലം ഉയർന്നു. ആളുകൾ രക്ഷയ്ക്കായി കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും കുന്നിൻ മുകളിലുമൊക്കെ കയറി. പക്ഷെ ഉയർന്ന കെട്ടിടങ്ങളെ പോലും അധികം വൈകാതെ പ്രളയജലം മുക്കിക്കളഞ്ഞു. രക്ഷ തേടി കെട്ടിടത്തിന് മുകളിൽ കയറിയ മനുഷ്യരെയൊക്കെ പ്രളയജലം കൊണ്ടുപോയി. മനുഷ്യൻ എത്ര നിസ്സാരൻ എന്ന് തോന്നിപ്പോയ മണിക്കൂറുകളായിരുന്നത്. പ്രളയജലത്തിന്റെ കെടുതികൾ പൂർണ്ണമായും ജനങ്ങളിലേക്ക് എത്താൻ പിന്നെയും ദിവസങ്ങൾ എടുത്തു. കൈക്കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ നെഞ്ചിൽ അടുപ്പിച്ച് വെച്ച് വെള്ളത്തിൽ ആണ്ടുപോയ അമ്മയുടെ ജഡമായിരുന്നു ഈ ദുരന്തത്തിന്റെ മുഖചിത്രം പോലും. ഒഴുകി വരുന്ന മൃതശരീരങ്ങളും ചത്ത കന്നുകാലികളും മറ്റു മൃഗങ്ങളും ഒക്കെ മച്ചു 2 ദുരന്തത്തിന്റെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു.
ആൾനാശം കൂടാതെ കനത്ത കൃഷിനാശവും പരിസ്ഥിതി നാശവും ദുരന്തം മൂലം ഉടലെടുത്തു. പിൽക്കാലത്ത് ഗുജറാത്തി ഭാഷയിൽ മച്ചു എന്ന പേരിൽ ഒരു ചലച്ചിത്രം വരെ പുറത്തിറങ്ങി. മച്ചു ദുരന്തത്തിന്റെ ദുരിതങ്ങളായിരുന്നു ഇതിന്റെ പ്രമേയം. ദുരന്തത്തിന് ശേഷം കുറച്ചു കാലം കഴിഞ്ഞ് മച്ചു ഡാം പുനർനിർമ്മിക്കപ്പെട്ടിരുന്നു. സെക്കൻഡിൽ 21,000 ക്യൂബിക് മീറ്റർ ആണ് ഇപ്പോൾ അതിന്റെ ശേഷി. മച്ചു ഡാം ഒരു ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ മച്ചുവിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. ഒരു സംഘടനയും അതിനുവേണ്ടി സംസാരിച്ചില്ല. അധികാരികൾ അപകടത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയോ? എത്ര വർഷങ്ങളായി മലയാളികൾ ഈ ആശങ്കകൾ പങ്കുവെക്കുന്നു. എന്നിട്ട് എന്തായി?